ആലപ്പുഴയിലെ എയ്ഡഡ് സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് സഹപാഠിയുടെ മർദ്ദനം. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനിയെ സഹപാഠിയായ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് ഇടിച്ചുവെന്നാണ് പരാതി. വിദ്യാർത്ഥിനി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരുമായി നിഷാദ് ദിലീപ് ചിരിയാണ്. നിഷ, എപ്പോഴായിരുന്നു സംഭവം? രണ്ട് ദിവസം മുൻപാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ നഗരത്തിലെ ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥിനികൾ തമ്മിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായതായി പറയുന്നത്. ഇതിന്റെ ഭാഗമായി സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥിനിക്ക് കാഴ്ചക്കുറവുണ്ട് എന്ന് പറയുന്നത്. ഈ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. അതായത് പരീക്ഷ ഇറങ്ങിയ സമയത്ത് സഹപാഠിയായ മറ്റൊരു കുട്ടി വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പരാതി. വിദ്യാർത്ഥിനിയുടെ ശരീരത്തിലാകമാനം ക്ഷതങ്ങളും ഒക്കെ ഏറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവര് ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ തേടി തിരികെ വീട്ടിൽ പോയി. വീണ്ടും ശാരീരിക അസ്വസ്ഥതകളും ഒപ്പം തന്നെ ശ്വാസതടസ്സവും ഒക്കെ ഉണ്ടായതിനാലാണ് ഇന്ന് വീണ്ടും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് അവിടെ പ്രാഥമിക ചികിത്സകളൊക്കെ നൽകിയതിനു ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥിനിയെ മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കുട്ടികളും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ഇവർ ഈ കാര്യങ്ങൾ സ്കൂൾ അധികൃതരെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് ഈ പരിക്കേറ്റ വിദ്യാർത്ഥിനി പറയുന്നത്. പിന്നീട് കുട്ടി വീട്ടിൽ ചെന്ന് വിവരം പറയുകയും രക്ഷിതാക്കൾ സ്കൂളിൽ അന്വേഷിച്ചെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് പുറത്തറിയാതിരിക്കാൻ സ്കൂളുകാർ ഇടപെട്ടുവെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥികൾ രണ്ട് കുട്ടികളും പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് തന്നെ പോലീസ് ഇത് അന്വേഷിച്ചിട്ടുണ്ട്. തുടർന്ന് SPR റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറിയിട്ടുണ്ട്. ശരി, നിഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.